പത്തനംതിട്ട ജില്ലയുടെ മലയോര ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണം വ്യാപകമാകുന്നു. തണ്ണിത്തോട് മേക്കണ്ണത്ത് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയെന്ന സംശയത്തിലാണ് നാട്ടുകാർ. കോന്നി കല്ലേലിയിൽ കാട്ടാന ആക്രമണവും പതിവാകുകയാണ്. തണ്ണിത്തോട് മേക്കണ്ണ് പ്രദേശമാണിത്. കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി, കുരങ്ങ്, മലയണ്ണാൻ, മ്ലാവ് തുടങ്ങിയ വന്യജീവികളുടെ ശല്യം ഇവിടെ രൂക്ഷം. ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യവുമുണ്ടായി എന്ന സംശയത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. ഈ കാണുന്ന കൂട്ടിലിട്ട വളർത്തുനായെ കഴിഞ്ഞ ദിവസം അജ്ഞാത മൃഗം ആക്രമിച്ചു കൊന്നു. ഇത് പുലിയാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. ബ്ലാവ് കളിക്കുന്നത് കേട്ടോണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പം ഇതുപോലെ പട്ടികത്ത് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കടിച്ചു മുറിച്ചിട്ടുണ്ട്. ബ്ലാവിൽ അവിടെ നിൽപ്പുണ്ട്. അതിനെ ഓടിച്ചു. പിന്നെ രാത്രി ഇവിടെ വന്ന് പിന്നെ വെളുപ്പിനെ തന്നെ ഫോറസ്റ്റിൽ അറിയിച്ചു. അവർ രാവിലെ വന്നു ക്യാമറ ഫിറ്റ് ചെയ്ത് അതൊക്കെ അവിടെ ഉണ്ടായത്. പുലിയല്ലാതെ മറ്റൊന്നും പട്ടിയെ പിടിക്കാറില്ല സാധാരണ. അല്ലാതെ മനുഷ്യൻ കടിച്ചു വയ്ക്കും. വന്യമൃഗങ്ങളുടെ സൗര്യവികാരം മൂലം പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മലയോര മേഖലയാണിത്. ഒരുപാട് ആളുകൾ ഇവിടെ ടാപ്പിങ്ങിന് പോകുന്നവരുണ്ട്, മറ്റ് കൃഷിക്ക് പോകുന്നവരുണ്ട്, അപ്പം വെളുപ്പിന് യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് എല്ലാവർക്കും ഒന്നും വാഹനമൊന്നുമില്ല. അവർ ജംഗ്ഷനിൽ പോയി വേണം വാഹനം കയറാൻ. അപ്പോൾ ഇവിടെ പുലി എന്ന് പറയുമ്പോൾ അതിന് രണ്ട് കാലെടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ തന്നെ വേണേലും നിൽക്കാം. അപ്പോൾ അത് നമ്മൾ മിക്കവാറും റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ പന്നിയെല്ലാം കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഒരു ആശങ്ക അകറ്റാൻ വേണ്ടി കൂട് സ്ഥാപിച്ച് പുലിയെ മാറ്റുക. അപ്പോൾ അത് ഒരു വലിയ ആശങ്ക ഒഴിയാൻ ചാൻസ് ഉണ്ട്. കോന്നി കല്ലേലി ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷമായിട്ട് നാളേറെയായി. കാട്ടാന പാഞ്ഞെടുത്തതിനെ തുടർന്ന് ഭയന്നോടിയ കല്ലേലി എസ്റ്റേറ്റ് തൊഴിലാളി വിദ്യാധരനെ കഴിഞ്ഞ ദിവസം വീണ് പരിക്കേറ്റിരുന്നു. കുളത്തുമൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആനയെ തിരികെ കാട് കയറ്റാൻ ശ്രമങ്ങളും നടന്നിരുന്നു. വന്യജീവി ആക്രമണത്തിൽ ഇനിയൊരു മനുഷ്യജീവൻ പൊലിയും മുന്നേ പ്രശ്നത്തിന് അധികൃതർ അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രമാണ് പത്തനംതിട്ടയിലെ മലയോര ജനതയ്ക്ക് പറയാനുള്ളത്. ജനം, പത്തനംതിട്ട.